മോളു. ബാലേട്ടാ, നേരത്തെ വിളിച്ചപ്പോ എന്താ കട്ടായത്? അതാ ക്യാമ്പിലെ ഹിന്ദിക്കാരന്റെ ഫോണായിരുന്നു. അയാൾ അപ്പോഴത് പിടിച്ചു വാങ്ങിച്ചു. ഇത് ചേട്ടന്റെ പുതിയ നമ്പറാ? അല്ല, ഇത് ഞങ്ങളെ കമ്പനിയിലെ മാനേജറുടെ നമ്പറാ. എനിക്ക് നമ്പർ കിട്ടാൻ ഒരാഴ്ചയാവും. ചേട്ടാ, നാട്ടിലോട്ട് ആരെങ്കിലും വരുന്നെങ്കിൽ എനിക്കൊരു പെൻ ക്യാമറ കൊടുത്തു വിടണേ. നിനക്കെന്തിനാ ഇപ്പൊ പെൻ ക്യാമറ? എന്റെ പുറകെ നടക്കുന്ന കുറെ വായി നോക്കികളുടെ വിഷ്വൽ എടുത്തു വെക്കാന്. ആരാടി? ബാലനാണോ? ബാലേട്ടനമ്മേ. അവനങ്ങ് എത്തിയോ? അങ്ങ് എത്തിന്ന്. നീ അവനോട് ഇത്തിരി പാൽപ്പൊടി കൊണ്ടുവരാൻ പറ. ഗൾഫിലോട്ട് എത്തിയല്ലേ ഉള്ളൂ, അതിനിടയ്ക്ക് തള്ളേരെ ഒരു പാൽപ്പൊടി ഒന്നും മിണ്ടായിരിക്കും തള്ളേ. എടി, ഇപ്പോഴേ പറഞ്ഞാലേ അവൻ വരുമ്പോ കൊണ്ടുവരുള്ളൂ. പിന്നെ അവനോടെ എനിക്ക് 2 ഫ്രൂട്ടിന്റെ സ്പ്രേയും കൊണ്ടുവരാൻ പറ. നല്ല മണായി. എന്താ അവിടെ ഒരു ബഹളം? അമ്മയ്ക്ക് ഇപ്പോഴേ കുറെ പാൽപ്പൊടി വേണോന്ന്. ഞാനിങ്ങ് വന്നല്ലേ ഉള്ളൂ. അമ്മയ്ക്ക് മോൾക്കുള്ള സാധനങ്ങളൊക്കെ ഞാൻ കൊണ്ടുവരാന്നേ. എനിക്ക് നമ്പർ കിട്ടിയ ഉടനെ ഞാൻ വിളിക്കാം. പിന്നെ എന്നത്തെ കോട്ടയിതാ. ഒന്ന് പോ ബാലേട്ടാ. പോ. സമയം കളയാതെ പെട്ടെന്നാവട്ടെ. വല്ലവരുടെ ഫോണാ. എന്റെ കള്ള കൃഷ്ണന് ഉമ്മ, ചക്കര ഉമ്മ. കളവന്റെ മോന്ത ഉമ്മ കേട്ടത് തന്നെ. പോയിരുന്നു വല്ല 2 അക്ഷരം പഠിക്കാൻ നോക്കടി. അയ്യോ, ഈ തള്ളപ്പോ. കൊനക്കട്ടല്ലേ. പിന്നെ നീ അമ്മയോട് ചേച്ചിയോട് പറഞ്ഞേ കേട്ടോ. ഞാൻ നമ്പർ കിട്ടുമ്പോ അവരെ വിളിച്ചോളാം. അത് ഞാൻ പറഞ്ഞാ മതിയോ ബാലേട്ടാ? നീ പറഞ്ഞാ മതി, കാണുമ്പോ ഒന്ന് പറഞ്ഞാ മതി. ശരി. പിന്നെ നാളത്തേക്കുള്ള കോട്ട ഇങ്ങനെ തന്നേക്ക്. കട്ട് ചെയ്തു. താങ്ക് യു സർ. കാമുകിയാണല്ലേ? ഇവിടെ എത്തിയാൽ എല്ലാവരും അച്ഛനും അമ്മേനെയാണ് ആദ്യം വിളിക്കുക. അങ്ങനെയൊന്നും ഇല്ല സർ. എങ്ങനെയുണ്ട് ബാലചന്ദ്ര ജോലിയൊക്കെ? വലിയ കഷ്ടപ്പാടാ. വിഷമിക്കുക ബാലചന്ദ്ര, ഞാനും ഇങ്ങനെയൊക്കെ തന്നെയാ വന്നത്. സെയിൽസ്മാൻ എന്ന് പറഞ്ഞു വന്നിട്ട് ഇപ്പോ ഞാൻ നോക്കട്ടെ ബാലചന്ദ്ര, ഇവിടെ വേറെ വല്ലതും ജോലി കിട്ടുമെന്ന്. പിന്നെ ഞാനൊരു സിം കൊണ്ടുവന്നിട്ടുണ്ട്. എപ്പോഴെപ്പോഴും കോട്ട ചോദിച്ച ഇത് വിളിച്ചു തീർക്കരുത്. ഇല്ല. ശരി, എന്നാ ഞാൻ പോട്ടെ. ഓക്കെ. ഹലോ, ഇത് ട്രാവൽ ഏജൻസി അല്ലേ? ബാലൻ മസ്കറ്റിന്ന്. ഹലോ ഹലോ ഹലോ, ഇത് ട്രാവൽ ഏജൻസി അല്ലേ? ഹലോ ഹലോ ഹലോ, ഏത് ബാലൻ? ഞാൻ ബാലൻ, ബാലേന്ദ്രൻ, സെയിൽസ്മാൻ. ഹലോ ഹലോ ഹലോ, സെയിൽസ്മാന്റെ ജോലിക്ക് പോയ ബാലൻ. ഹലോ ഹലോ, കേൾക്കുന്നില്ല. ഹലോ, ഞാൻ ബാലൻ മസ്കറ്റിന്ന്. ഹലോ. ഹലോ ബാലേട്ടാ, ഹോളോ ബ്രിക്സിന്റെ പൈസ കൊടുത്തു. ഇനി ടൈൽസിന് പൈസ കൊടുക്കണം. കൊടുക്കാം. പിന്നെ ഫീസ് അടയ്ക്കാറായി. എന്തു പറ്റി ബാലേട്ടാ? പഴയ ശ്വാസം മുട്ടല. എനിക്ക് ജോലി പറ്റുന്നില്ല. ഡോക്ടറെ കണ്ടില്ലേ? തീരെ വയ്യ. ആരാടി? ബാലനാണോ? എടി, അവനോട് പറ അടുത്ത മാസം മഴ തുടങ്ങും, അതിനു മുമ്പേ വീട് പണി തീർക്കണോന്ന്. ബാലേട്ടന് വയ്യ അമ്മേ. സുഖല്യാന്ന് പറഞ്ഞ വീട് പണി തീരുവോ? കോൺട്രാക്ടർക്ക് പൈസ പിന്നെ അവന്റെ കൊടുക്കോ? എന്നോടൊന്നും പറയിപ്പിക്കണ്ട. ആക്കും പോക്കും ഇല്ല, തന്നെ പ്രേമിക്കുമ്പോ ആലോചിക്കേണ്ടിയിരുന്നു. ബാലേട്ട, അമ്മ എന്തൊക്കെയോ പറയുന്നു. എന്നാ ഞാൻ പിന്നെ വിളിക്കാം. മോശുവലെന്താ മാഫി പോക്കെന്താ ഹിമാറെന്താ മോശുവലെന്താ മാഫി ശൂലെന്താ മാഫി മാലും നൂ മലബാറി എന്താ എന്താ മാഫി മാലും എന്താ മലബാറി ലേസ് എന്താ ലേസ് എന്താ റോ വെറ ലേസ് ഏതാ
മജ്നൂൻ എന്താ ലേസ് இந்த ரோ வர்றா பாதா இந்த ரோ മാനേജർ ഷൂ ബാദൻ ഷൂവൽ മാസി இந்த മാഷ് இந்த റോ വர்றா സർ എനിക്ക് ഈ ജോലി പറ്റുന്നില്ല സർ. ശ്വാസം മുട്ടലും പ്രശ്നങ്ങളും ഒക്കെയാ. വേറെ എന്തെങ്കിലും ഒരു ജോലി ശരിയാക്കി തരണം സർ. ഞാനൊന്ന് ശ്രമിക്കട്ടെ. എന്നാ പൊക്കോ. ശരി ഓക്കേ. സർ. താങ്ക് യു സർ. ഹലോ ഹലോ. ഭക്ഷണമൊക്കെ കഴിച്ചോ? അതെ, ഇന്ന് കുറച്ച് തിരക്കായി പോയി. എടാ എടാ സാക്ഷ ലീവ് ഒരു വർഷം ക്ഷേത്രത്തിൽ പോകുന്ന ഓ വന്നോ കാലൻ. ഇന്ന് നല്ല ഫോമിലാണല്ലോ. എത്ര നല്ല മനുഷ്യന്മാര് വണ്ടി എടുത്ത് ചാവുന്നു. എന്റെ ഭഗവാനേ, എഴുതാങ്ങാനും ചത്ത് കിട്ടിയാൽ എനിക്ക് വല്ല വിധവാ പെൻഷൻ വാങ്ങായിരുന്നു. എന്താ അവിടെ ഒരു ബഹളം? അത് അപ്പം വന്നതാ, അറിയാലോ. കിടന്നുറങ്ങടി. നാട്ടപ്പാതിക്ക് അവള് പുന്നാരടിച്ചോണ്ടിരിക്കാണ്. അവരെടുത്ത് പറഞ്ഞു. അമ്മ ഇത്തിരി ചൂടിലാണല്ലോ. ആ ഇതെന്നും ഉള്ളതാണല്ലോ. ആ പിന്നെ ഇന്നൊരു സംഭവം ഉണ്ടായി. എന്താ ബാലേട്ടൻ കൊടുത്തുവിട്ട ആ പെൻ ക്യാമറ കൊണ്ടേ ഞങ്ങളൊരു കാര്യം ചെയ്തു. എന്താ കാണിച്ചേ? ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾക്ക് കഞ്ചാവ് സപ്ലൈ ചെയ്യുന്ന ഒരു ടീമുണ്ട്. ഞാൻ അത് മുഴുവൻ പെൻ ക്യാമറയിൽ ഷൂട്ട് ചെയ്ത് ലോക്കൽ ചാനലിൽ കൊടുത്തു. ഇന്നലെ മുഴുവൻ അതിന്റെ ചർച്ചകളായിരുന്നു. എന്നിട്ടോ? എന്നിട്ട് എന്താവാൻ, അവന്മാര് നേതാവിനെയൊക്കെ കൊണ്ടുവന്ന് എന്നെ കൊല്ലുമെന്നൊക്കെ പറഞ്ഞു. നിഷ, എന്താ ഇത്? പഠിക്കാൻ പോയാ പഠിച്ചാ പോരെ? എനിക്കത് പറ്റില്ല. തെറ്റ് കണ്ടാ പ്രതികരിക്കും. അതങ്ങനെ പറഞ്ഞതല്ലടോ. അവരൊക്കെ വലിയ ആൾക്കാരായിരിക്കും. എതിർക്കുന്നവരെ ഇല്ലാതാക്കാനും മടിക്കില്ല. സോറി ബാലേട്ടാ, ഇനി ഞാൻ ശ്രദ്ധിക്കാട്ടോ. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ കിടന്ന് വെറുതെ കഷ്ടപ്പെടുന്നത്? ഉമ്മ, എന്റെ കള്ളക്കുട്ടനുമ്മ. ഭായ്, क्या हुआ भैया? आइए आइए, पकड़ो पकड़ो. डॉक्टर साहब, अगर हम ट्रीटमेंट करें तो ये ठीक हो जाएगा? यहाँ का मौसम और मिट्टी की वजह से दोबारा आने का चांसेस है. एक काम कर, उसको लेकर इंडिया वापस जाओ, उधर से ठीक करो. इधर आके सिर्फ 4-5 महीने हुए. अगर अंदर से काम है तो मेरा मतलब थोड़ा मिट्टी से दूर रहे तो थोड़ा बहुत चलेगा. ലേബറായിട്ട് വന്നിട്ട് ഇപ്പം എന്ത് പണിയാ കൊടുക്കണ്ടേ? ഹലോ. ഇപ്പൊ എങ്ങനെയുണ്ട് ബാലേട്ടാ? കുറച്ച് ആശ്വാസമുണ്ട്. പക്ഷെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. അതൊക്കെ ശരിയാവൂന്നേ. എപ്പോഴാ ശരിയാവുക? ഈ ജോലിക്ക് ഞാൻ പറ്റില്ല. നാട്ടിലേക്ക് തിരിച്ചു വന്നാൽ എങ്ങനെ ശരിയാവും? വീട് പണി, ഫീസ്. ബാലേട്ടനെ വിശ്വസിച്ചല്ലേ ഞങ്ങള് വീട് പണി തുടങ്ങിയ. എന്തായാലും ഞാനങ്ങ് വരട്ടെ, വന്നിട്ട് തീരുമാനിക്കാം. പണി തീരുന്നിടവരെങ്കിലും നിക്ക്. ഇവിടെ ഒരു നിവൃത്തിയില്ല. കോൺട്രാക്ടർക്ക് പൈസ കൊടുക്കണ്ടേ? എന്നാ ഞാൻ പിന്നെ വിളിക്കാം. എങ്ങനെയുണ്ട് ബാലചന്ദ്ര? കുറവുണ്ട്. ഡോക്ടറെ ഡിസ്ചാർജ് എഴുതിയിട്ടുണ്ട്. ജെയ്സൺ ഡോക്ടറായിട്ട് സംസാരിച്ചു. അതിപ്പോ നാട്ടിൽ പോവാണ് നല്ലതെന്നാണ് പറഞ്ഞത്. ഞാൻ ഇവിടുന്ന് എങ്ങനെ പോകാനാ? ഈ സാഹചര്യത്തിൽ ബാലചന്ദ്രൻ നാട്ടിൽ പോകുന്നതാണ് നല്ലത്. പിന്നെ നിന്റെ ബില്ല് ഞാൻ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. നാട്ടിലേക്ക് അത്യാവശ്യമുള്ള കുറച്ച് സാധനങ്ങളും ഞാൻ മേടിച്ചു വെച്ചിട്ടുണ്ട്. നിന്റെ പെണ്ണിനുള്ളത് വേറെ കേട്ടോ. ഞങ്ങൾ ഇറങ്ങട്ടെ എന്നാ. ജെയ്സൺ നിന്നെ എയർപോർട്ടിൽ വിടും കേട്ടോ. ശരി എന്നാ. ആ ശരി ശരി. ശരി.